എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരു ഇൻവെർട്ടർ ബൾബ് അല്ലെങ്കിൽ AC/DC ബൾബിനെ കുറിച്ചിട്ടാണ്. ഇൻവെർട്ടർ ബൾബുകൾ നമുക്ക് ഷോപ്പുകളിലൊക്കെ ധാരാളം അവൈലബിൾ ആണ്. ഒരു 250 രൂപ മുതൽ മുകളിലേക്ക് പല വിലയിലുള്ള ബൾബുകളുണ്ട്. അപ്പോൾ 250 രൂപ ആ റേഞ്ചിലൊക്കെ വരുന്ന ഈ ബൾബുകൾ എന്ന് പറയുന്നത് DOB ടൈപ്പ് ബൾബുകളാണ്. അതിനേക്കാളും കൂടുതൽ വില ഒരു 450-500 രൂപ ആ റേഞ്ചിലൊക്കെ വില വരുന്നതാകുമ്പോൾ ഡ്രൈവർ ബോർഡ് സെപ്പറേറ്റ് ആയിട്ടുള്ള ടൈപ്പ് ഇൻവെർട്ടർ ബൾബുകളാണ്. അപ്പോൾ ഈ ഇൻവെർട്ടർ ബൾബുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ കറണ്ട് പോയി കഴിഞ്ഞാലും ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ വരെയൊക്കെ ആ ബൾബ് പ്രകാശിക്കും എന്നുള്ളതാണ്. ഇൻവെർട്ടർ ബൾബുകൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ധാരാളം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എന്നാൽ പോലും ഇൻവെർട്ടർ ബൾബുകളുടെ ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു 10 വാട്ട്സിൻ്റെ ഒരു ഇൻവെർട്ടർ ബൾബാണെങ്കിലും കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു 7 വാട്ടോ 8 വാട്ട്സ് വരെയൊക്കെ നമുക്ക് പരമാവധി ലഭിക്കുള്ളൂ എന്നുള്ളതാണ്. അതായത് കറണ്ട് ഉള്ളപ്പോൾ നമുക്ക് മാക്സിമം പവർ ലഭിക്കും. കറണ്ട് പോയി കഴിയുമ്പോൾ ഈ ബൾബിനുള്ളിലുള്ള ഒരു ബാറ്ററിയിൽ നിന്നാണ് നമ്മൾ ഈ LED കത്തുന്നത്. അപ്പോൾ 3.7 വോൾട്ടിൻ്റെ ഒരു ബാറ്ററിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് റീചാർജബിൾ ബാറ്ററിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ബാറ്ററിയിൽ നിന്നുള്ള കറണ്ട് ഉപയോഗിച്ചിട്ടാണ് കറണ്ട് പോണ സമയത്ത് ഈ LED ഒക്കെ പ്രകാശിക്കുന്നത്. അതുകൊണ്ട് തന്നെ കറണ്ട് ഉള്ളപ്പോൾ ഉള്ള പവറിൻ്റെ അത്ര പവർ നമുക്ക് എന്ത് ചെയ്യില്ല, കറണ്ട് പോയാൽ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഡ്രോബാക്ക് ആയിട്ട് പറയാനുള്ളത്. എന്തായാലും നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഒരു DOB ടൈപ്പ് ഇൻവെർട്ടർ ബൾബിനെ കുറിച്ചിട്ടാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് ഉണ്ടാക്കുക, അതിൻ്റെ റോ മെറ്റീരിയൽസ് എവിടെ ലഭിക്കും, ഇത്തരം കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇൻവെർട്ടർ ബൾബിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ബാറ്ററി തന്നെയാണ്. നമ്മൾ സാധാരണയായിട്ട് ലിഥിയം അയൺ ബാറ്ററിയാണ് യൂസ് ചെയ്യാറ്. 3.7 വോൾട്ടിൻ്റെ ലിഥിയം അയൺ ബാറ്ററിയാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ആ ബാറ്ററിയുടെ കപ്പാസിറ്റി കൂടുന്തോറും നമുക്ക് ബാക്കപ്പ് കൂടുന്നുള്ളതാണ്. ആ ലൈറ്റ് കൂടുമെന്നുള്ളതല്ല, പ്രകാശത്തിൻ്റെ അളവൊക്കെ ഒരേപോലെ തന്നെ ഉണ്ടാവുള്ളൂ. പക്ഷേ ബാക്കപ്പ് എത്ര മണിക്കൂർ അത് കറണ്ട് പോയാൽ പ്രകാശിക്കും, അതാണ് നമ്മൾ ഈ ബാറ്ററിയുടെ കപ്പാസിറ്റി കൂടുമ്പോൾ ഉള്ള ഒരു ഗുണമെന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് 2200 mAh ഒരു ബാറ്ററിയാണ്. അപ്പോൾ ഈ 2200 mAh ബാറ്ററി പറയുമ്പോൾ ഏകദേശം ഒരു 2.5-3 മണിക്കൂർ വരെ നമുക്ക് എന്ത് ചെയ്യും, കറണ്ട് പോയാലും ബാക്കപ്പ് കിട്ടും. ഇതാണ് ഇൻവെർട്ടർ ബൾബിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയാവുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു അതിൻ്റെ ബാറ്ററി 3.7 വോൾട്ടിൻ്റെ ഒരു ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ ഈ ബാറ്ററിയുടെ മുകളിൽ DC വയർ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. മുന്നേയൊക്കെ ഇതേപോലെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ബാറ്ററിയും അതിൻ്റെ കൂടെ DC വയറും ഒരുമിച്ചിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല വരുന്നത്. ബാറ്ററി സെപ്പറേറ്റ് ആയിട്ട് വരുന്നു, DC വയറും സെപ്പറേറ്റ് ആയിട്ട് വരുന്നു. അപ്പോൾ അങ്ങനെ 2 സെപ്പറേറ്റ് ആയിട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതൊന്ന് സോൾഡർ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇത് 2200 mAh ബാറ്ററിയാണ്. ഇപ്പോൾ വരുന്ന കിറ്റിലൊക്കെ വരുന്നത് 1200 mAh ഫ്രഷ് ബാറ്ററിയാണ്. ഫ്രഷ് ബാറ്ററി മീൻസ് ബാറ്ററി സെപ്പറേറ്റ് ആയിരിക്കും, അതിൻ്റെ DC വയറും സെപ്പറേറ്റ് ആയിരിക്കും. അങ്ങനെയാണ് വരുന്നത്. ഇനി ഇതിൻ്റെ അടുത്ത ഒരു ഭാഗം എന്ന് പറയുന്നത് ഇതിൻ്റെ LED പാനലും DOB ആണ്. അപ്പോൾ DOB എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ മുകളിൽ നമുക്കറിയാം കുറച്ച് കമ്പോണൻസ് ഇതിൻ്റെ മുകളിൽ തന്നെയുണ്ട്. അപ്പോൾ ഇതിന് ഡ്രൈവർ ഓൺ ബോർഡ്, അതായത് ഡ്രൈവർ ബോർഡും LED പാനലും ഒരുമിച്ചുള്ളത് ആണ് നമ്മൾ DOB ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ രണ്ടാമത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബാറ്ററിയും ഇതുമാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഭാഗങ്ങൾ. ഇനി നമുക്ക് അതിൻ്റെ ഹൗസിങ്, ഇതാണ് അതിൻ്റെ ഹൗസിങ്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഒരു ഹൗസിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. മുന്നേയൊക്കെ നമ്മൾ ഈ DOB ടൈപ്പ് ബൾബിലൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ ഹൗസിംഗ് ആയിരുന്നു. നമ്മളിങ്ങനെ അമർത്തി കഴിഞ്ഞാൽ അമരുന്ന ടൈപ്പ്. ഇത് നോർമൽ നമ്മൾ ഡ്രൈവർ ബോർഡ് ടൈപ്പ് ഉള്ള ബൾബിലുള്ള അതേ ഹൗസിംഗ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു ഹൗസിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഡിഫ്യൂസർ, ഇതാണ് അതിൻ്റെ ഡിഫ്യൂസർ. ഇതൊക്കെ നമ്മൾ സാധാരണ ബൾബിൽ ഉപയോഗിക്കുന്ന അതേ മെറ്റീരിയൽസ് തന്നെയാണ്. പിന്നെ അതിൻ്റെ ഒരു റിംഗ് ആണ്, അതായത് ഇതിന് രണ്ടിനും, ഈ ഹൗസിങ്ങിനും ഡിഫ്യൂസറിനും ഇടയ്ക്ക് വെക്കുന്ന ഒരു റിംഗ് ആണിത്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ ക്യാപ്പാണ്, ഇതാണ് അതിൻ്റെ ക്യാപ്പ്. B22 ക്യാപ്പാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ തന്നെ ഇപ്പോൾ നമുക്ക് സോൾഡർ ചെയ്യാത്ത ടൈപ്പ് ക്യാപ്പ് വരുന്നുണ്ട്. 2 സ്ക്രൂ ബാക്കിലുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആ വയർ അതിലേക്ക് വെച്ചിട്ട് പ്രസ് ചെയ്താൽ മാത്രം മതി. ശരിക്കും പറഞ്ഞാൽ നമുക്ക് സോൾഡറിങ് അയൺ തന്നെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. സോൾഡറിങ് അയൺ ഉപയോഗിക്കാതെ, സോൾഡറിങ് അറിയാത്തവർക്ക് പോലും ഈ ഇൻവെർട്ടർ ബൾബുകൾ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അതായത് ഇലക്ട്രോണിക്സിനോട് കുറച്ച് താല്പര്യമുള്ള ആളുകൾ, അതിനോട് ഇൻട്രസ്റ്റിംഗ് ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് വളരെ ഈസി ആയിട്ട് ഈ ഇൻവെർട്ടർ ബൾബുകൾ ഉണ്ടാക്കാനും പറ്റും. അത് മാത്രമല്ല അതൊരു ബിസിനസ്സായിട്ട് അവർക്ക് ഉപയോഗിക്കാനും പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ
മെറ്റീരിയൽസ് വാങ്ങാൻ കിട്ടും. നമുക്ക് ജസ്റ്റ് ഒന്ന് അസംബിൾ ചെയ്യാം. അസംബിൾ ചെയ്യണമെന്ന് വെച്ചാൽ വെറും 5 മിനിറ്റിൽ താഴെ സമയം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. കാരണം സോൾഡറിങ് ആണെന്ന് ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി ഇതിൽ വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ക്യാപ്പ് ഫിക്സ് ചെയ്യാനാണ്. ക്യാപ്പ് ഇതിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്യാൻ നമുക്ക് ശരിക്കും ഒരു പഞ്ചിങ് മെഷീൻ വേണ്ടതാണ്. ആ പഞ്ചിങ് മെഷീൻ ഒരു 1500 രൂപയൊക്കെയാണ് ചിലവ് വരിക. ഇപ്പം നമ്മുടെ കയ്യിൽ പഞ്ചിങ് മെഷീൻ ഇല്ലെങ്കിൽ തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം, ഇതിനിടയ്ക്ക് നമ്മൾ ഗം ഇട്ട് കൊടുത്താലും മതി. അതായത് 743 എന്ന് പറയുന്ന ഒരു ഗമ്മുണ്ട്. നമ്മൾ സാധാരണ ഫ്ലെക്സൊക്കെ ഒട്ടിക്കുന്ന ഫ്ലെക്സ് ബോർഡൊക്കെ അല്ലേ, അതൊക്കെ ഒട്ടിക്കുന്ന ഒരു ഗമ്മാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഗമ്മുണ്ട്. ആ ഗമ്മ് ഇട്ട് കൊടുത്താലും മതി, ഇതവിടെ നിൽക്കും, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കതിന് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും കാര്യമായിട്ടില്ല, എക്യുപ്മെൻറ്റ്സ് ഒന്നും കൂടുതൽ ആവശ്യമൊന്നുമില്ല. പിന്നെ നമുക്കൊരു സ്ക്രൂ ഡ്രൈവർ വേണം, അത് സ്ക്രൂ ഫിറ്റ് ചെയ്യാൻ, അത്രയേ ആവശ്യമുള്ളൂ. ഓക്കെ, ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ഇൻവെർട്ടർ ബൾബ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ നോക്കൂ. ഈ ക്യാപ്പ് എന്നുള്ള വയർ ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു സൈഡിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ വയർ നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. ക്യാപ്പ് ഫിക്സ് ചെയ്യൽ ലാസ്റ്റ് മതി, നമുക്ക് ഈ വയർ അതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കാം. കണ്ടോ? അപ്പോൾ അതിനുള്ളിൽ നമ്മൾ വയർ എടുത്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഈ ബാറ്ററി അതിൽ ഫിക്സ് ചെയ്ത് വയ്ക്കാം. ബാറ്ററിയിൽ വെച്ച് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ ബാറ്ററിയിൽ ഇരുന്നോളും. ബാറ്ററിയിൽ കറക്റ്റായിട്ട് വയ്ക്കുക. കണ്ടോ? ഇനി നമുക്കിതിൻ്റെ ബോർഡിലേക്ക്, കണ്ടോ, ഇതാണ് നമ്മുടെ ഡ്രൈവർ ബോർഡ്. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഇവിടെ കണ്ടില്ലേ, ഈ 2 ഹോൾസ് കാണും. ഇതിലേക്ക് നമ്മൾ ഈ ക്യാപ്പ് എന്നുള്ള ഈ 2 വയറിലേക്ക് കൊടുക്കുക. അപ്പോൾ അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു റിങ് അതിൻ്റെ ഉള്ളിൽ ഫിക്സ് ചെയ്യണം. റിങ് ജസ്റ്റ് ഇങ്ങനെ വെച്ചാൽ മതി. കണ്ടോ? വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നമ്മുടെ ഈ LED പാനലിൻ്റെ കണക്ഷൻ കൊടുക്കുകയാണ്. അപ്പോൾ നോക്കൂ, ഇവിടെ 2 വയർ കാണാം, കണ്ടില്ലേ? ഈ 2 വയറിൻ്റെ അറ്റങ്ങൾ നമ്മൾ ഇതിലേക്ക് കൊടുക്കുകയാണ് വേണ്ടത്. കണ്ടോ? അതേപോലെ നമ്മുടെ ബാറ്ററി എന്നുള്ള കണക്ടറാണിത്. അത് നമ്മൾ ഇതാ ഇവിടെ കറക്റ്റ് നോക്കിയിട്ട് അത് ഇതിലേക്ക് കൊടുക്കുക. ജസ്റ്റ് ഒന്നാണ്ട് ഒരു പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഈ 2 വയർ ഇതിലേക്ക് കൊടുക്കുക. ഇതോടുകൂടി നമ്മുടെ ബൾബിൻ്റെ നിർമ്മാണം കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഓക്കെ, നമുക്കിത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ തന്നെ കണ്ടോ, നമ്മളതിൻ്റെ ബാക്കിൽ തൊടുമ്പോൾ നമുക്കറിയാം ഇത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കറക്റ്റ് അറിയാൻ പറ്റും. അതേ ഉള്ളൂ. നമുക്കതിൻ്റെ ബാക്കിൽ ഈ 2 ഭാഗത്ത് നമ്മൾ കൈകൊണ്ട് ടച്ച് ചെയ്യുമ്പോൾ അത് പ്രകാശിക്കും. നമ്മുടെ ബൾബിൻ്റെ നിർമ്മാണം കഴിഞ്ഞ് നമുക്കിത് സ്ക്രൂ ഇട്ടിട്ടൊന്ന് ഉറപ്പിക്കാം. അത്രയേ ഉള്ളൂ. നോക്കൂ, ഞാൻ അതിൻ്റെ 3 സ്ക്രൂ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കണക്ടർ നേരത്തെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ക്യാപ്പ് എന്നുള്ള കണക്ഷനും ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഡിഫ്യൂസർ ഇടുക മാത്രമേ വേണ്ടൂ. അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബൾബിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി. ഡിഫ്യൂസർ ഇടുമ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ ചെറിയൊരു എഡ്ജ് കാണാം. കണ്ടോ? അപ്പോൾ അത് നമ്മൾ ഇവിടെ ഈ കട്ടിങ് ഉള്ള സ്ഥലത്ത് കറക്റ്റാക്കി വെച്ചിട്ട് വേണം അത് പ്രസ് ചെയ്യാൻ. അപ്പോൾ ഇത് ലോക്കായിട്ട് നിൽക്കുള്ളൂ. കണ്ടില്ലേ? ഇപ്പോൾ ബൾബ് കറക്റ്റായി. ഇപ്പോൾ നമ്മൾ ഏകദേശം വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇവിടെ ഒന്ന് പഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ നമുക്കിതിൽ ഗം ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ പഞ്ചിങ് ആണ് ചെയ്യണത്. ഓക്കെ, നോക്കൂ, ബൾബ് കത്തുന്നുണ്ട്. കണ്ടോ? അപ്പോൾ ഇത്രയാണ് പണിയുള്ളൂ ഒരു ഇൻവെർട്ടർ ബൾബ് ഉണ്ടാക്കാൻ. കണ്ടില്ലേ? സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഇത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ റോ മെറ്റീരിയൽസ് ആവശ്യമുണ്ടെങ്കിൽ അവർ എൻ്റെ നമ്പറുമായിട്ട് ബന്ധപ്പെടുക. നമ്പർ ഞാൻ ഫസ്റ്റ് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ഇതുപോലെയുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.